ഹായ് മക്കളെ, രണ്ട് റിയാക്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? കാണുമ്പോൾ നമുക്ക് തോന്നും രണ്ടും ഒരുപോലെ രണ്ട് റിയാക്ഷൻസ് അല്ലേ എന്ന്, ആൾമോസ്റ്റ് ഒരേ പ്രോഡക്റ്റ് അല്ലേ കിട്ടുക എന്ന്. പക്ഷെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം ഇത് രണ്ടും എലിമിനേഷൻ റിയാക്ഷൻസ് ആണ്. ഇവിടെ നടക്കുന്നത് ആൽക്കഹോളിക് OH ഉപയോഗിച്ച് ഒരു മോളിക്യൂൾ HCl എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പം നമ്മൾ പറയും ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. ഇവിടെ നടക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത് OH ആണല്ലോ അല്ലേ, ആൽക്കഹോൾ ആണ്. അപ്പോൾ അവിടെ ഒരു മോളിക്യൂൾ വാട്ടർ ആണ് എലിമിനേറ്റ് ചെയ്യുക, ഡീഹൈഡ്രേഷൻ ആണ്. രണ്ടും എലിമിനേഷൻ ആണെങ്കിലും രണ്ടിൻ്റെ മെക്കാനിസം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ആദ്യത്തെ റിയാക്ഷൻ നടക്കുന്നത് E2 മെക്കാനിസത്തിലൂടെയാണ്. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രോങ് ബേസ് ആണ്. സ്ട്രോങ് ബേസുകൾ വരുമ്പോൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കുക E2 മെക്കാനിസം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് ആൽഫ കാർബണിൽ നിന്ന് ഹാലോജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ആൽഫ ബീറ്റ കാർബൺസിനിടയിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വേറെ ഒരു ചേഞ്ചും അവിടെ ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പം നമുക്ക് ചോദിക്കാം, സാർ എന്തുകൊണ്ടാണ് ഇതും ഒരു ബീറ്റ കാർബൺ അല്ലേ, എന്തുകൊണ്ടാണ് ഈ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകാത്തതെന്ന്? ഇതിൽ പോകാൻ ഹൈഡ്രജൻ ഇല്ലല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ പോകാത്തേ. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാർബോകേറ്റോൺ ഫോം ചെയ്യുന്നില്ല, കാർബോകേറ്റോൺ റീഅറേഞ്ച്മെന്റ് നടക്കുന്നില്ല. ഡയറക്റ്റ് ആയി ആൽഫ കാർബണും ബീറ്റ കാർബണും ഇടയിൽ നിന്ന് ഒരു മോളിക്യൂൾ HCl എലിമിനേറ്റഡ് ആകും. അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ജനറേറ്റഡ് ആകും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഡയറക്റ്റ് എലിമിനേഷൻ ആണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. പക്ഷേ രണ്ടാമത്തെ അങ്ങനെയല്ല. രണ്ടാമത്തെ എലിമിനേഷൻ നടക്കുന്നത് E1 മെക്കാനിസം ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം OH അവിടുന്ന് എലിമിനേറ്റഡ് ആകുകയും എന്നിട്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരുന്ന കാർബോ കാറ്റയോണായി അത് മാറുകയും ചെയ്യും. കാർബോ കാറ്റോൺ ഫോം ചെയ്താൽ അത് റീഅറേഞ്ച്മെന്റ് നടത്തേണ്ട കാർബോ കാറ്റോൺ ആണെങ്കിൽ റീഅറേഞ്ച്മെന്റ് നടത്തും. ഇവിടെ എന്ത് തരം റീഅറേഞ്ച്മെന്റാണ് നടക്കുക? ഈ കാണിച്ചിരിക്കുന്ന രണ്ട് മെത്തൈൽ ഗ്രൂപ്പുകൾ, ഒരു മെത്തൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? അപ്പൊ മെത്തൈൽ ഷിഫ്റ്റിലൂടെ ഇതൊരു ടേർഷറി കാർബോകേറ്റോൺ ആയി മാറണം. മെത്തൈൽ ഷിഫ്റ്റിലൂടെ ഇതൊരു ടേർഷറി കാർബോകേറ്റോൺ ആയി മാറും. ഇനി ഈ ടേർഷറി കാർബോകേറ്റോൺ എന്നാണ് ഡീപ്രോട്ടോണേഷൻ നടക്കുക, H+ റിമൂവ് ചെയ്യുക. അപ്പൊ ടേർഷറി കാർബോകേറ്റോൺ നമ്മൾ എടുക്കുമ്പോൾ ഇതൊരു ആൽഫ കാർബൺ ആണ്, ഇതൊരു ആൽഫ കാർബൺ ആണ്. ഏത് ആൽഫ കാർബൺ എന്നാ ഹൈഡ്രജൻ എലിമിനേറ്റഡ് ആകുക? ഇവിടുന്നും പോകാം, ഇവിടുന്നും പോകാം. എവിടെ ഡബിൾ ബോണ്ട് വന്നാലാ സ്റ്റേബിൾ ആൽക്കീൻ കിട്ടുക? ഇവിടെ ഡബിൾ ബോണ്ട് വന്നാലാണ് സ്റ്റേബിൾ ആൽക്കീൻ കിട്ടുക അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ഇതല്ലേ നിങ്ങളുടെ ആൽക്കീൻ എന്ന് പറയുന്നത്? ഇതായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ്. അപ്പൊ കാണുന്ന സമയത്ത് രണ്ടും ഒരുപോലെയുള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് തോന്നും. പക്ഷെ രണ്ടിന്റെയും പ്രൊഡക്റ്റുകൾ ഡിഫറൻ്റ് ആണ്. സോ വളരെ ശ്രദ്ധിക്കണം നമ്മൾ, കാരണം ഇത് രണ്ടും എപ്പോഴും നമുക്ക് മാറിപ്പോകും, എപ്പോഴും കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ഇവിടെ കാർബോകേറ്റോൺ ഇല്ല, കാർബോകേറ്റോൺ റീഅറേഞ്ച്മെന്റ് ഇല്ല, ഡയറക്റ്റ് ആയി ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഡബിൾ ബോണ്ട് ജനറേറ്റഡ് ആകും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, കാർബോകേറ്റോൺ ഉണ്ട്, റീഅറേഞ്ച്മെന്റ് ഉണ്ട്, എന്നിട്ട് ഡീപ്രോട്ടോണേഷൻ നടന്ന് ആൽക്കീനായി മാറുള്ളൂ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തെറ്റിക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.